സേവാഭാരതിയുടെ കൂടെ ചേർന്ന് നിന്ന് ഒരു കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും മുന്നിൽ വരുന്നത് അതിൻ്റെ ഇൻറ്റൻറ്റ്, അതിൻ്റെ ക്രെഡിബിലിറ്റിയാണ്. ആ ഇൻറ്റൻറ്റും ക്രെഡിബിലിറ്റിയും ഇവിടെ ശ്രീ പ്രതാപും ജയചന്ദ്രനെല്ലാം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു. അതിൻ്റെ ഒരു ഇന്നർ കോൺഷ്യസ്നെസ്, കാരണം നമ്മൾ ഈ ചെയ്യുന്നത് ഈ പ്രവർത്തനങ്ങൾ, ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ, അതിനോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ എല്ലാം അവതരിപ്പിച്ചു. അടുത്ത വർഷത്തെ വീണ്ടും വിപുലമായ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു സൂചന കൂടെ നൽകി. ഞാൻ സംഘത്തിൻ്റെ കൂടെ മനസ്സുകൊണ്ട് ഒരുപാട് വർഷങ്ങളായി ചേർന്ന് നിന്ന്, അത് പല രൂപത്തിലും ഭാവത്തിലും ആയിരിക്കും. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. കാരണം സംഘത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മാൻ മേക്കിംഗ് ആണെന്ന് പറയുന്നു. ആ മാൻ മേക്കിംഗ് എന്നുള്ളതിൻ്റെ ഒരു ഹൗ ഇറ്റ് റിഫ്ലെക്ട്സ് ഇൻ ദ സൊസൈറ്റി, ഇറ്റ് റിഫ്ലെക്ട്സ് ഇൻ വേരിയസ് ഫോംസ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ദർ ഈസ് ഓൾവേസ് ഗൈഡിങ് സ്പിരിറ്റ്സ്, ആ ഗൈഡിങ് നോളജ് ഉണ്ട് നമുക്ക്. അത് കോർ ഇന്നർ വാല്യൂസ് എന്നാണ് വരുന്നത്. അത് നമ്മുടെ ഭാരതീയ സംസ്കാരം, നമ്മുടെ രാഷ്ട്രം, നമ്മുടെ സ്പിരിച്വൽ സെൽഫ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പാർട്ടെന്നാണ് നമുക്ക് വരുന്നത്. അവിടെ പലപ്പോഴും എന്നെ നയിച്ചിട്ടുള്ളത് ഒരുപാട് ചില വേർഡ്സ് ആയിരിക്കും, ചില സെൻറ്റൻസസ് ആയിരിക്കും, ചില വ്യക്തികളായിട്ടുള്ള ചില ഇൻറ്ററാക്ഷൻസ് ആയിരിക്കും. ചിലപ്പോൾ ജീവിതത്തിൽ എല്ലാം കൂടെ 10 മിനിറ്റ് മാത്രമായിരിക്കും ഒരു വ്യക്തിയായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അവിടുന്ന് കിട്ടുന്ന ഒരു പോയിന്റ് ആയിരിക്കും. ഞാൻ കൊച്ചിൻ കപ്പൽശാലയിലെ ചെയർമാനായിട്ട് 10 വർഷം, 38 വർഷക്കാലമാണ് കൊച്ചിൻ കപ്പൽശാലയുടെ കൂടെ സഞ്ചരിച്ചത്. അതിൽ 10 വർഷക്കാലം ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ. എന്നെ നയിച്ച ചില ചേതനകളും ചില വികാരങ്ങളും ഉണ്ട്. അതിൽ ഒന്ന്, എൻ്റെ മുമ്പിൽ ഞാനൊരു പ്ലാക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് കാണാൻ പാകത്തിനാണ് വെച്ചിരുന്നത്, വരുന്നവർക്ക് കാണാൻ വേണ്ടിയല്ല, എന്നെ ഫേസ് ചെയ്തുകൊണ്ടാണ് വെച്ചിരുന്നത്. അത് ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ നമുക്ക് എവർക്കും സുപരിചിതമായിട്ടുള്ള "The mind is without fear and the head held high" എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻസയാണ്. പക്ഷെ ആ സ്റ്റാൻസയിൽ ഏറ്റവും സുപരിചിതമായ ആ ലൈൻസ് അല്ല, അത് കഴിഞ്ഞ് ഉള്ള ചില വേർഡ്സ് ഉണ്ട്. അതിനകത്ത് "The mind is led forward by thee into the ever widening thoughts and actions" എന്ന് പറഞ്ഞൊരു സെന്റൻസ്. "The mind is led forward by thee into the ever widening." അത് വളരെ വ്യക്തമായിട്ട് into the wide thoughts and actions എന്നല്ല അവിടെ പറഞ്ഞത്, into the ever widening thoughts and actions. ചിന്തകളും വേണം, പ്രവർത്തനവും വേണം. ആ ചിന്തകളാണ് ആ പ്രവർത്തനത്തിനെ നയിക്കുന്നത്. പ്രവർത്തനങ്ങൾ ആണ് ഇവിടെ അവതരിപ്പിച്ചത്. ആ പ്രവർത്തനത്തിൻ്റെ പുറകിലുള്ള that humane phase, that spiritual phase, ഭാരതം എന്താണോ, നമ്മുടെ രാഷ്ട്രം എന്താണോ, നമ്മുടെ വാല്യൂ സിസ്റ്റം എന്താണോ, അതിലൂന്നിയിട്ടുള്ള പ്രവർത്തനമായിരിക്കും. അതിലൂന്നിയിട്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിനൊന്നിനും ഒരു വിലയില്ലാതെയാവും. സേവാഭാരതി എന്ന് പറയുമ്പോൾ തന്നെ സേവാഭാരതി നിൽക്കുന്നത് തന്നെ ആ തോട്ട്സിന്റെ മീതെയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും എന്താ പറയുക, ഒരു ദിവ്യമായ ഒരു ഫീലാണ് സേവാഭാരതിയുടെ കൂടെ ചേർന്ന് നിൽക്കുന്നത്. ശ്രീ വിഷ്ണു ദാനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. ആ ദാനം കൊണ്ട് ഒരുപാട് കുടുംബങ്ങളുടെ ആശ്രയവും കുടുംബങ്ങളുടെ സന്തോഷത്തിലാണ് നമ്മൾ തൊടുന്നത് എന്ന് പറയും. ആ ദാതാക്കളുടെ വിഷയം ഇവിടെ പറഞ്ഞു. അവിടെ എനിക്ക് അതിൻ്റെ ഒരു പാർട്ട്, അത് അഗെയിൻ നമ്മുടെ മനസ്സിൽ പതിഞ്ഞത് ഈ ഇവിടെ ഭാസ്കരീയത്തില് നമ്മുടെ മുൻ ഗവർണർ ബഹുമാനപ്പെട്ട ശ്രീ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒരു വേർഡിങ് എന്നാണ്. അദ്ദേഹം ഇവിടെ ഒരു വേദിയിൽ ഒരു പ്രാവശ്യം പറഞ്ഞത്, ദാനം എന്ന് പറയുമ്പോൾ എന്താണ്? അത് പലപ്പോഴും സംസ്കൃതത്തിൽ നിന്ന് വരുന്ന പദങ്ങൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ദാൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന വാക്ക് ചാരിറ്റി. ദാൻ എന്ന് പറയുന്ന ചാരിറ്റി. അദ്ദേഹം പറഞ്ഞു, ചാരിറ്റി എന്ന് പറഞ്ഞ മെഹർബാനിയാണ്, ദാനം ചാരിറ്റി അല്ലേ. ദാനം ചാരിറ്റി ആണെങ്കിൽ കന്യാദാനം, നമ്മുടെ മകളെ വിവാഹം
കഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്ന കന്യാദാനം എന്നാണ്. അങ്ങനെ ചാരിറ്റി ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ മകളെ നമ്മൾ ചാരിറ്റിയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ പ്രസക്തമായ ഒരു പോയിന്റാണ്, നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത ഒരു പോയിന്റ്. അദ്ദേഹം പറഞ്ഞത് ദാനം എന്ന് പറയുമ്പോൾ അതിനേക്കാളൊക്കെ ഉപരിയായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം വിശദീകരിക്കുന്നു. നമുക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് ഉണ്ട്, അത് നമ്മുടെ കഴിവുകളിൽ നിൽക്കുന്നതല്ല. അത് വീണ്ടും ടാഗോറും പറഞ്ഞിട്ടുണ്ട്. ടാഗോറിൻ്റെ നോളേജ് ഇസ് ഫ്രീ എന്നൊരു സെന്റൻസ് ഉണ്ട്. പലപ്പോഴും ഗൂഗിളിലും ചാറ്റ് GPT-യിലെല്ലാം ചെയ്ത പോലെ നോളേജ് ഇസ് ഫ്രീക്ക് ഒരു പ്രത്യേക വിശദീകരണം വരും. പക്ഷെ എൻ്റെ വിശ്വാസം അത് അതിനേക്കാളൊക്കെ ഭാരതീയ സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സെന്റൻസാണ്, നോളേജ് ഇസ് ഫ്രീ. അപ്പോൾ അദ്ദേഹം ദാനത്തിനെ പറ്റി പറയുന്നത് ദാറ്റ് അൾട്ടിമേറ്റ് ബ്ലെസ്സിങ്സ് വിച്ച് കം ടു യു. അതായത് നമുക്ക് ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഒരുപാട് ബ്ലെസ്സിങ്സ് ഉണ്ട്, ഒരുപാട് നന്മകളുണ്ട്. അതിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മറ്റൊരാളായിട്ട് പങ്കുവെക്കുമ്പോൾ, ആൻഡ് ദെൻ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ പാസ് ചെയ്തു, മറ്റൊരാളെന്ന് പറഞ്ഞുള്ള ഒരാളില്ല, ആ വിശദീകരണം പിന്നെ. പക്ഷെ നമുക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം മറ്റൊരാളായിട്ട് പങ്കുവെക്കുമ്പോൾ അതാണ് ദാനം. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ കന്യാദാനം വളരെ വളരെ വ്യക്തമായി നമ്മുടെ ഏറ്റവും പ്രഷ്യസ് ബ്ലെസ്സിങ് നമ്മൾ പങ്കുവെക്കും. ഇത് ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് വിട്ട് നമ്മൾ സൂഫി ഫാർസി മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഖലീൽ ജിബ്രാൻ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖലീൽ ജിബ്രാൻ എങ്ങനെയാണ് പങ്കുവെക്കേണ്ടത്? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിനകത്ത് നിന്നൊരു തുമ്പെടുത്ത് മുന്നോട്ട് എറിഞ്ഞു കൊടുക്കുന്നതല്ല ദാനം. ദാനത്തിന് വളരെ വ്യക്തമായ തിരിച്ചറിവുകളുണ്ട്. വിവേകാനന്ദ സ്വാമിയോട് യൂസ് ചെയ്തിരിക്കുന്ന സെന്റൻസ് ഇംഗ്ലീഷിൽ, ഇറ്റ് ഈസ് നോട്ട് ദ റിസീവർ ഹു ഇസ് ബ്ലെസ്ഡ്, ഇറ്റ്സ് എ ഗിവർ ഹു ഇസ് ബ്ലെസ്ഡ്. ഇത് നമ്മൾ വെറുതെ വായിച്ചു പോയി കഴിഞ്ഞാൽ ഈ സെന്റൻസ് നമ്മളെ ഇമ്പാക്ട് ചെയ്യില്ല. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇറ്റ്സ് നോട്ട് ദ റിസീവർ ഹു ഇസ് ബ്ലെസ്ഡ്. ഇവിടെ നമ്മൾ പറയുന്നത് ആ റിസീവറിന്റെ കാര്യമാണ് പറയുന്നത്. ബട്ട് ഇറ്റ്സ് എ ഗിവർ ഹു ഇസ് ബ്ലെസ്ഡ്. ആ ദാനം ചെയ്യുക, ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ ആ വ്യക്തമായ ആ ദാനം ചെയ്യുക, നമ്മുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് പങ്കുവെക്കുവാനുള്ള ഒരു ഭാഗ്യം, അതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം നമുക്ക് തിരിച്ച് വരുന്നത് ഇറ്റ് കംസ് ഓൺലി വെൻ യു ഹാവ് അനുഗ്രഹം ഓൺ യുവർ ഹെഡ്. ആ അനുഗ്രഹം വരുമ്പോഴാണ് ആ ദാനം ചെയ്യുവാനുള്ള തോന്നൽ, ആ ദാനം ചെയ്യാനുള്ള ഒരു വേദി, ആ ദാനം ചെയ്യുവാനുള്ളൊരു നിമിത്തം. നമ്മൾ വേണമെന്ന് വിചാരിച്ചാലും ചില സമയത്ത് അത് നടക്കില്ല. അതിനൊരു സാഹചര്യമുണ്ട്, അതിനൊരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം നിൽക്കുമ്പോൾ ചെയ്യുന്ന ആ ഒരു ദാന കർമ്മം, അത് വിവേകാനന്ദ സ്വാമിജി പറഞ്ഞിട്ടുണ്ട്. അത് ആ ദാനം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി വൈ ഡിഡ് ഹി സേ ദാറ്റ് ദ ഗിവർ ഈസ് ബ്ലെസ്ഡ്? കാരണം നമ്മൾ ചെയ്യുന്നത് ദൈവത്തിനാണ്, പരമാത്മാവിനാണ് നമ്മൾ ചെയ്യുന്നത്. അത് മുട്ടുകാലിൽ നിന്നുകൊണ്ട് ഉയരങ്ങളിലേക്കാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. അതാണ് ഞാൻ വിശ്വസിക്കുന്നു. സേവാഭാരതി അത് വളരെ കോർ ആയിട്ട് ഈ ഒരു നോളേജും ഈ ഒരു ഈത്തോസും വെച്ച് തന്നെയാണ് സേവാഭാരതി മുന്നോട്ട് പോകുന്നത്. ഞാൻ ഈ വിഷയം ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ട്രാൻസിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. AI-യുടെ കാലഘട്ടമാണെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ സ്പീഡിൻ്റെ കാലഘട്ടമാണ്. എന്ത് കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നടക്കണം എന്ന് സ്പീഡ്, അത് ആ സ്പീഡിൻ്റെ ഒരു കാലഘട്ടമാണ്. അത് സ്പീഡ് എന്ന് പറയുന്നതിന് ഒരു വ്യക്തമായ നിഗമനം ഇല്ല. ഞാൻ ഒരുപാട് സമയം എടുക്കുന്നില്ല. എന്നാൽ പോലും ടൈം എന്ന് പറയുന്നത് അത് വീണ്ടും ഭാരതീയ സംസ്കാരത്തിലും സയന്റിഫിക്കലിയും അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടൈമിന് ഉള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ എനിക്കിന്ന് 61 വയസ്സ് ആവാൻ പോകുന്നു. ആ 61 വർഷക്കാലത്തെ ആ ഇമ്പാക്റ്റ് ആയിരിക്കില്ല നെക്സ്റ്റ് 5 years. ആ സ്പീഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സ്പീഡ് ചേഞ്ച് ചെയ്തൊരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ ചിന്തകൾ, സേവാഭാരതിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ചിന്തകളിൽ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. ഒരു രീതിയിലും വ്യത്യാസങ്ങളോ ചേഞ്ചസോ വരരുത്. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, സംഘത്തിന്റെ ഒരുപാട് ചർച്ചകളിലും വേദികളിലും ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി കണ്ടിന്യൂസ്ലി പേ അറ്റൻഷൻ. കോർ വാല്യൂസ് ഒരിക്കലും മാറി നിന്ന് പോകരുത്. അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട
പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല, 2016-17 റെഡ് ഫോർട്ടിലെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ അഡ്രസ്സിൽ പറഞ്ഞൊരു സെന്റൻസ് അതിങ്ങടെയും അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം വന്ന് പറഞ്ഞത്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഇന്നത്തെ ആ ഒരു ഫാസ്റ്റ് പേസ്ഡ് ആക്ഷനിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഇറ്റ്സ് ട്രാൻസാക്ഷണൽ. അപ്പൊ ട്രാൻസാക്ഷണൽ പാർട്ട് അദ്ദേഹത്തിന്റെ സ്വസിദ്ധമായ ശൈലിയിൽ അവതരിപ്പിച്ചത്, അഗർ മൈ കുച്ച് കർത്താ ഹൈ തോ പഹലെ മൈ സോച്ച്താ ഹൈ ഇസ്മേ മേരാ ക്യാ ഹൈ. അദ്ദേഹം കൈ ഇങ്ങനെ എടുത്ത് മുമ്പിൽ വെച്ച്, ഇസ്മേ മേരാ ക്യാ ഹൈ, അഗർ മേരാ കുച്ച് ഭി നഹീ ഹൈ തോ മുझे ക്യാ. ഇതായിരുന്നു പുള്ളി പറഞ്ഞ സെന്റൻസ്. അതായത്, ഇഫ് ദർ ഇസ് നത്തിങ് ഇൻ ഇറ്റ് ഫോർ മീ, വാട്ട് ഈസ് ദർ ഇറ്റ് ഫോർ മീ. അപ്പോ ഈ ഒരു ചിന്ത, അതായത് എല്ലാം ട്രാൻസാക്ഷണൽ, പച്ച മലയാളത്തിൽ നാടൻ ശൈലിയിൽ പറഞ്ഞാൽ പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറയുന്ന ഒരു രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്ന തലത്തിലേക്ക്, അത് നമ്മളാരും ഏത് തലത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും പലപ്പോഴും ജീവിതത്തിന്റെ ഒരു നെട്ടോട്ടത്തിലും ഒരു കുത്തിയൊഴുക്കിലും എല്ലാം പലപ്പോഴും വി ഓൾ ബിക്കം ട്രാൻസാക്ഷണൽ അല്ലാതെ. കാരണം വിവേകാനന്ദ സ്വാമിജി പറഞ്ഞ പോലെ, ദിസ് ഈസ് നോട്ട് എ ട്രാൻസാക്ഷൻ, ദിസ് ഈസ് എ സബ്മിഷൻ, ദിസ് ഈസ് എ സമർപ്പണം ടു ഭഗവാനുള്ള സമർപ്പണമാണ്. ആ സമർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുന്ന ഈ സേവാ പ്രവർത്തനം, അതിനോട് ചേർന്ന് ആ ഈത്തോസ് സംഘം അവിടെ ഉള്ളിടത്തോളം, സംഘത്തിന്റെ ശക്തിയും ഒഴുക്കിലും ചേർന്ന് നിൽക്കുന്ന സജ്ജനങ്ങൾ ഉള്ളിടത്തോളം ഇതിന് ഒരു കോട്ടവും തെറ്റില്ല. അത് മുന്നോട്ട് തന്നെയാണ്. ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് മാത്രമേ അത് മുന്നോട്ട് പോവുള്ളൂ. ഇന്ന് ഇതിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകൾ, വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഈ ചിന്തകളിൽ നിന്ന് ഒരു രീതിയിലും, ആ ചിന്തകൾ സംഘത്തിനും സംഘത്തുമായിട്ട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമല്ല, അത് ഇറ്റ് മസ്റ്റ് ഫിൽട്ടർ ഡൗൺ ഇൻ ടു ദ സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ ഫിൽട്ടർ ഡൗൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇതും ഒരു റോട്ടറി ക്ലബ്ബോ ലയൺസ് ക്ലബ്ബോ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമില്ല എന്ന് പലർക്കും തോന്നുന്നുണ്ടെങ്കിൽ ആ ചിന്തകൾ ഒരിക്കലും വരരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അതൊക്കെ എൻറ്റയർലി ഡിഫറെന്റ്. അതൊന്നും നേരത്തെ ഇവിടെ ശ്രീ പ്രതാപൻ പറഞ്ഞു, 10 വർഷക്കാലമായിട്ട് ഒരു പബ്ലിസിറ്റിയും ഒരു അഡ്വർടൈസ്മെന്റും, അതാണ് അതിന്റെ കോർ വാല്യൂ. ആ കോർ വാല്യൂ ഒരിക്കലും മാറരുത് എന്നുള്ളൊരു ആഗ്രഹം മാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി അത് ഇത്രയും സജ്ജനങ്ങളുടെ മുമ്പിൽ നിന്ന് അത് ഉദ്ഘാടനം ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. അതൊരു അധിക പ്രസംഗമായിരിക്കും. പക്ഷെ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.